നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 2024 നടന്ന ദുറൂസുൽ ഇഹ്സാനിൻ്റെ 7ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ചേർത്തി എഴുതുക എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഖാതിഉൻ അയൽപക്ക ബന്ധം, സുബാതൻ ഇരു കൈകളും ഉയർത്തുക, ഹൃദയം കടുത്തവൻ. ചോദ്യം നോക്കാം. ചോദ്യം 1, വജഅൽനാ നൗമക്കും സുബാതാ. ചോദ്യം 2, ദുആഇൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ് ഇരു കൈകളും ഉയർത്തുക. ചോദ്യം 3, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ചോദ്യം 4, വളരെ മഹത്വമുള്ളതാണ് അയൽപക്ക ബന്ധം. ചോദ്യം 5, അല്ലാഹുവുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായതിന് മാത്രം ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1, ഒരു ദിവസത്തെ കൂടിയ ഉറക്കം 8 മണിക്കൂർ. ചോദ്യം 2, അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബൂ ഹനീഫ ഇമാം. ചോദ്യം 3, ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ് ആശുറാ. ചോദ്യം 4, ഇസ്ലാം കേരളത്തിൽ എത്തിയത് സ്വഹാബികളിലൂടെ. ചോദ്യം 5, ബറാഅത്ത് രാവ് ശഅബാൻ 15. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1, നരക നിവാസികളുടെ കിടത്തം ഏത്? ഉത്തരം കമിഴ്ന്ന് കിടക്കൽ. ഉത്തരം കമിഴ്ന്ന് കിടക്കൽ. ചോദ്യം 2, ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം? ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം? ഉത്തരം ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ചോദ്യം 3, ദുസ്വപ്നം കണ്ടാൽ എന്തു പറയണം? ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം? ഉത്തരം 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ചോദ്യം 4, ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. ചോദ്യം 5, തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത്? തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത്? ഉത്തരം അത്താഴ സമയം, സൂര്യാസ്തമയ സമയം. അത്താഴ സമയം, സൂര്യാസ്തമയ സമയം. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1, ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത്. ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത്. ഉത്തരം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യം 2, 25 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. ഉത്തരം ഉലുൽ അസ്മുകൾ. ചോദ്യം 3, ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ. ഉത്തരം മുജ്തഹിദുകൾ.
ചോദ്യം 4. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം. ഉത്തരം 6 മണിക്കൂർ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാരി ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. ഇതാണ് പൂരിപ്പിച്ച ഭാഗം പൂർണ്ണമായത്. ചോദ്യം 2. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ചോദ്യം 3. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. ചോദ്യം 4. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാരി. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ചോദ്യം 2. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ചോദ്യം 3. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. ചോദ്യം 4. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിയാറുകളെ ആരെങ്കിലും ആദരിച്ചാൽ അത് ഖൽബുകളുടെ തഖ്വയിൽ പെട്ടതാണ്. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം കണ്ടെത്തുക എന്നതാണ്. ചോദ്യം 1. റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം. ഉത്തരം ഉറങ്ങുന്ന സമയം. ചോദ്യം 2. സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും. ചോദ്യം 3. ഉറക്കവും സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന സമയം. ഉത്തരം ഇശാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും. ചോദ്യം 4. അയ്യാമു തശ്രീഖ്. ഉത്തരം ദുൽഹിജ്ജ 11, 12, 13 എന്നീ ദിവസങ്ങളാണ്.